നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പഴയതെന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമര കാലം മുതൽക്കുള്ള ഒരു നീണ്ട ചരിത്രവും അതിനുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ നെഹ്റു കുടുംബമാണ് പാർട്ടിയെ പൂർണ്ണമായും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ദിര, രാജീവ് എന്നിങ്ങനെ കോൺഗ്രസുകാരുടെ ആരാധനയും ഒപ്പം പാർട്ടിയുടെ നേതൃത്വവും ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ എത്തി നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെയാണ് ആരാധകർ പാടി നടക്കുന്നത്. ഇന്ത്യയെ വീണ്ടെടുക്കാൻ രാഹുലിനെ കഴിയൂ എന്ന നിലയിലൊക്കെയാണ് പറച്ചിലുകൾ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് മുന്നേറ്റമാണോ അതോ തിരിച്ചടിയാണോ ഉണ്ടായിട്ടുള്ളത്? ഈ പറയുന്ന പോലെ ഇന്ത്യയെ വീണ്ടെടുക്കാനൊക്കെ കരുത്തുള്ള ഒരു നേതാവാണോ രാഹുൽ ഗാന്ധി? ഇത് സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ശക്തിയും പ്രതാപവും നഷ്ടപ്പെട്ട് ഉള്ള ഒരു പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനും പുനഃസംഘടിപ്പിക്കാനും രാഹുൽ ഗാന്ധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്ത് കോൺഗ്രസിനെ ബാധിച്ചിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടേയില്ല. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും ആഭ്യന്തര കലഹങ്ങളും ദേശീയ പ്രാദേശിക നേതാക്കളുടെ BJPയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും മാത്രമാണ് ഉണ്ടായത്. പ്രധാന തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ ഒരു വലിയ പോരായ്മ. 2014, 2019 പൊതു തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രകടനം ദയനീയമായിരുന്നു. ലോക്സഭയിൽ കോൺഗ്രസ് യഥാക്രമം 44ഉം 52ഉം സീറ്റുകൾ മാത്രമാണ് നേടിയത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ ചരിത്രപരമായ ആധിപത്യം തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു ഇതൊക്കെ. പാർട്ടിയുടെ ഉത്തരേന്ത്യൻ കോട്ടകളെല്ലാം തകർന്നടിഞ്ഞു. ഒടുവിൽ ലോക്സഭ കാണാൻ വയനാട്ടിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു. അങ്ങനെ മുസ്ലിം ലീഗിന്റെ വോട്ടുകളുടെ ഒരു കാരുണ്യത്തിന്റെ ഒക്കെ ബലത്തിൽ ലോക്സഭയിലെത്തേണ്ട സാഹചര്യം പോലും സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ ഉണ്ടായി. BJP കോൺഗ്രസിന്റെ ബലഹീനതകൾ മുതലെടുത്ത് വോട്ടർമാർക്ക് മുന്നിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ബദൽ അവതരിപ്പിച്ചു. വികസനം, അഴിമതി, ദേശീയ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ BJP മുന്നോട്ട് വച്ചു. ഹിന്ദുത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയുടെ ഒരു പ്രചാരണത്തെ പോലും ഫലപ്രദമായി ചെറുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടിയും DMKയും ഇടതുപക്ഷവും ഒക്കെ പരിമിതമായ സ്പേസിൽ നിന്നുകൊണ്ട് നടത്തിയ BJP വിരുദ്ധ പോരാട്ടങ്ങൾ പോലും വലിയ ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കൽ എന്നൊക്കെ കാൽപ്പനികമായ സംഗതികളും ഡയലോഗുകളും ഒക്കെ പുറത്തെടുത്തെങ്കിലും അതേസമയം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനും ഒരു ഭാഗത്ത് ഓടി നടന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനമായ വോട്ടർമാരുമായി ബന്ധപ്പെടുക എന്ന പ്രക്രിയ പോലും നടത്താൻ കഴിയാത്ത നിലയിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ഇതിനെല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത് പാർട്ടിക്ക് സ്ഥിരതയുള്ളതും ഒപ്പം തന്നെ ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചപ്പാടിന്റെ അഭാവമാണ്. വ്യക്തതയും ദിശാബോധവും ഇല്ലാത്തതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പലതവണ വിമർശിച്ചിട്ടുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ പല സുപ്രധാന നേതാക്കളും പാർട്ടി വിട്ടിട്ടുമുണ്ട്. കർഷകരുടെ ദുരിതം, തൊഴിലില്ലായ്മ, സാമൂഹിക നീതി തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ രാഹുൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിന് യോജിച്ചതും അതോടൊപ്പം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതുമായ ഒരു നയം അല്ലെങ്കിൽ ഒരു അജണ്ട അവതരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. സമകാലിക വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ കരുത്തില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന നിലയിലേക്ക് പൊതുസമൂഹം അല്ലെങ്കിൽ വോട്ടർമാർ ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ ഈ അജണ്ട ഇല്ലായ്മ കാരണമായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർട്ടി വലിയ ആഭ്യന്തര കലഹങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അധികാരം കൂടി ഇല്ലാത്തതിനാലും അത്തരം വിഷയങ്ങളിൽ രാഹുൽ സജീവമായി ഇടപെടാത്തതിനാലും സംഗതി കുളമായി എന്നേ പറയാനുള്ളൂ. നിരവധി ഉന്നത നേതാക്കൾ പാർട്ടിയിൽ നിന്ന് കൂറുമാറുകയും രാജിവെക്കുകയും ഒക്കെ ചെയ്തു. ജ്യോതിരാദിത്യ സിന്ധ്യ, ഹിമാന്ത ബിശ്വ ശർമ്മ തുടങ്ങിയ നേതാക്കളുടെ വേർപാട് പാർട്ടിയുടെ സംഘടനാ ഘടനയെ ദുർബലപ്പെടുത്തുകയും പ്രധാന സംസ്ഥാനങ്ങളിൽ അതിന്റെ ഒരു അടിത്തറ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. അത്തരം ഇടങ്ങളിലൊന്നും തന്നെ കരുത്തുള്ള ഒരു പുതിയ നേതൃത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ രാഹുലിന് സാധിച്ചില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃശൈലി പല മുതിർന്ന നേതാക്കൾ തന്നെ വിമർശിച്ചിട്ടുള്ളതാണ്. പാർട്ടിക്കുള്ളിലും വോട്ടർമാർക്കിടയിലും ആത്മവിശ്വാസം വളർത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടു.
കാൽപ്പനികവൽക്കരിച്ച ചില ഡയലോഗുകൾക്കപ്പുറത്ത് ഫലപ്രദമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്താൻ രാഹുലിന് ഒരിക്കൽ പോലും കഴിഞ്ഞിട്ടില്ല. സുപ്രധാന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അത്തരം മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ പങ്കെടുക്കാതെ വിദേശത്ത് ഉല്ലാസയാത്ര ചെയ്യുക, ഉറച്ച നിലപാടില്ലായ്മ എന്നിവയൊക്കെ കാണുമ്പോൾ ആരോ രാഹുലിനെ കൊണ്ട് നിർബന്ധിച്ച് ഈ പണിയെടുപ്പിക്കുന്നു എന്നൊരു ഫീലാണ് ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയെ വിമുഖനും ഫലപ്രദമില്ലാത്തതുമായ ഒരു നേതാവായി വോട്ടർമാർ കാണുന്നതിന് ഇതൊരു പ്രധാന കാരണം കൂടിയാണ്. ഏറ്റവും ചലനാത്മകമായും ഒപ്പം ആക്രമണോത്സുകമായും BJP അതിന്റെ പ്രചാരണ ആയുധങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യധാര മാധ്യമങ്ങൾ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലെ ഈ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും വളരെ ആസൂത്രിതമായി ഒരു പ്രചാരണം നടത്താൻ BJPക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വളരെ ദുർബലമായ പ്രചാരണവും തന്ത്രങ്ങളുമാണ് നടത്തുന്നത്. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യം വളരെ ദുർബലമാണ്. ഭാരത് ജോഡോ യാത്രയുടെയും മറ്റും കുറെ റീൽസ് അപ്ലോഡ് ചെയ്താൽ BJP പ്രതിരോധിക്കാൻ കഴിയും എന്നതൊക്കെ മണ്ടത്തരമാണ്. ഇതിന്റെ ബലമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ഭരണത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളെ, അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നതിലും രാഹുലിന്റെ നേതൃത്വം വലിയ പരാജയമായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം, കർഷക പ്രതിഷേധങ്ങൾ എന്നിവയിലൊക്കെ ഫലപ്രദമായ ക്യാമ്പയിൻ നടത്താൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഈ വിഷയങ്ങളിൽ വ്യക്തവും ഏകീകൃതവുമായ നിലപാട് അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി എന്നതാണ് വസ്തുത. ഈ വിഷയങ്ങളിലെല്ലാം പല സംസ്ഥാനങ്ങളിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നടന്നു. BJP നയങ്ങളെ എതിർക്കുന്നു എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ബദൽ നയമില്ല എന്നതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സർജിക്കൽ സ്ട്രൈക്കുകൾ, ഈ റാഫേൽ കരാർ തുടങ്ങിയ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള രാഹുലിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും തിരിച്ചടിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. സർജിക്കൽ സ്ട്രൈക്കുകൾ, റാഫേൽ കരാർ തുടങ്ങിയ വിഷയങ്ങളിൽ ഒന്നിൽ പോലും കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വഴിക്കിറങ്ങുകയും ചെയ്തു, എന്നാൽ എവിടെയും എത്തിയതുമില്ല എന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ഇത് BJPക്കാണ് കൂടുതൽ സപ്പോർട്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയ സഖ്യങ്ങളിലേക്ക് വരാം. ഒരു ശക്തമായ രാഷ്ട്രീയ സഖ്യം അല്ലെങ്കിൽ ഉറപ്പുള്ളതും വിശ്വാസമുള്ളതുമായ ഒരു കൂട്ടുകെട്ട് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. അതാണ് രാഹുലും പിന്നാലെ പ്രിയങ്കയും ഒക്കെ കേരളത്തിൽ വന്ന് മത്സരിച്ചത്. പ്രധാന സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഫലപ്രദമായ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടു. ഇന്ത്യ സഖ്യം എന്ന സംഗതി ഉണ്ടെങ്കിലും പലരും പല വഴിക്ക് പോയി തുടങ്ങി. കോൺഗ്രസ് MLA കൂട്ടത്തോടെ കൂറുമാറി BJPയിലേക്ക് പോകുന്നതും പോലുള്ള കലാപരിപാടികളൊക്കെ മറ്റ് പാർട്ടികൾക്ക് കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായി. സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുടെ വിശാലമായ ഒരു സഖ്യം കെട്ടിപ്പടുക്കാൻ കഴിയാത്തത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. ചില ചെറിയ പ്രതീക്ഷകളൊക്കെ ഇല്ലാതെ ഇരിക്കുന്നില്ല. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ സമീപകാല വിജയങ്ങൾ എവിടെയോ ഒരു പച്ചപ്പ് ബാക്കിയുണ്ടെന്ന ഒരു ഫീലൊക്കെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾക്ക് സാധിക്കുന്ന അത്തരം വിജയങ്ങളൊക്കെ രാഹുലിന്റെ അക്കൗണ്ടിൽ എഴുതി ചേർത്ത് ആഘോഷിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് അശ്ലീലം തന്നെയാണ്. രാഷ്ട്രീയമായി കാര്യങ്ങളെ വിശകലനം ചെയ്യാതെ രാഹുൽ ജിയുടെ ചിരി അല്ലെങ്കിൽ പ്രിയങ്ക ജിയുടെ മൂക്ക് എന്ന നിലയിൽ ഒരു കൂട്ടം ആരാധകർ മാത്രമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. നെഹ്റുവിൽ കരുത്താർജിച്ച കോൺഗ്രസ് രാഹുലിൽ തീരുമോ എന്ന് കണ്ടറിയാം. മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.